തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ LDF-നേക്കാൾ UDF-ന് വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. KPCCയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം അത് വളരെ വിശദമായി പഠനം നടത്തി കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നഗരസഭ എന്നിവിടങ്ങളിൽ 2,12,73,413 പേരാണ് ഇത്തവണ ആകെ വോട്ട് ചെയ്തത്. അതിൽ 74,58,516 പേർ UDF-നും 74,37,786 പേർ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തു. UDF-ന് 35.6% വോട്ട് കിട്ടിയപ്പോൾ ഇടതുമുന്നണിക്ക് 34.96% വോട്ടാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ UDF ഒരു തുല്യ ശക്തിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ആ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് UDF-നെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷനുകളിൽ ഞങ്ങൾ ഉദ്ദേശിച്ച വിജയം ഉണ്ടായില്ല. മുനിസിപ്പാലിറ്റികളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിലാണ് ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയത്. ഗ്രാമപഞ്ചായത്തിലും തുല്യമായ നിലയിലുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. എന്നാലും ഇപ്പോൾ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ഈ പരാജയ കാരണങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഉദ്ദേശിച്ച വിജയമുണ്ടായില്ല എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അഴിമതിയിലും കൊള്ളയിലും മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ഗവൺമെന്റിനെതിരായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. എന്നാൽ അഴിമതിയും കൊള്ളയും നടത്തിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി ചർച്ചാ വിഷയമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ പരാമർശിക്കപ്പെടുന്നത് കൊണ്ടാകാം രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാതിരുന്നത് എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം UDF-നെ ക്ഷീണിപ്പിച്ചുകൊണ്ട് BJP-യെ വളർത്തുക എന്ന നിലപാടാണ് ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM ബോധപൂർവമായി കോൺഗ്രസിനെയും UDF-നെ ക്ഷീണിപ്പിക്കുകയും അതുവഴി കേരളത്തിൽ BJP-ക്കൊരു സ്ഥാനമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. മെഡിക്കൽ കോളേജ് വിവാദത്തിൽ മുഖം നഷ്ടപ്പെട്ട BJP-ക്ക് പുറത്തിറങ്ങാൻ കഴിയാതിരുന്നപ്പോഴാണ് അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചിട്ട് അവർക്കൊരു അവസരമുണ്ടാക്കി കൊടുത്തത്. ശബരിമല വിഷയത്തിൽ ഇത് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ശബരിമല വിഷയത്തിൽ BJP-ക്ക് മുന്നിൽ നിന്ന് പ്രശ്നമുണ്ടാക്കാനുള്ള അവസരം കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. ഇത്തവണയും കേരളത്തിൽ അപകടകരമായ രാഷ്ട്രീയം
CPM-ഉം മുഖ്യമന്ത്രിയും കളിക്കുകയാണ്. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ മുഖ്യമന്ത്രിയും CPM-ഉം ആഞ്ഞു പരിശ്രമിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ മത വിഭാഗങ്ങളും സൗഹാർദ്ദതയോടെ ജീവിക്കുന്ന ഒരു നാടാണ്. ആ മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനും ചേരിതിരിവുണ്ടാക്കാനും CPM-ഉം മുഖ്യമന്ത്രിയും ബോധപൂർവമായി ശ്രമിക്കുന്നു. ഓരോ മതവിഭാഗങ്ങളെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിപ്പിച്ച് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാക്കി அதை വളർത്തിയെടുത്ത് അതിലൂടെ തെരഞ്ഞെടുപ്പ് വിജയം കൈവരിക്കാമെന്ന സങ്കുചിതമായ ഈ നിലപാട് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. അപകടകരമായ ഒരു രാഷ്ട്രീയം ഇവിടെ CPM-ഉം മുഖ്യമന്ത്രിയും കളിക്കുകയാണ്. മതേതരത്വത്തിന് പേര് കേട്ട കേരളം മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ബോധപൂർവമായ ആയുധങ്ങളാണ് CPM ഇപ്പോൾ എഴുതുകൊണ്ടിരിക്കുന്നത്. അത് ആവർത്തനമായ ഒരു പ്രവണതയായി വളർന്നു വരികയാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരംഭിച്ച ആ വർഗീയ പദ്ധതി ഇപ്പോൾ CPM-ന്റെ ആക്ടിംഗ് സെക്രട്ടറി കൂടി വിജയരാഘവൻ കൂടി ഏറ്റെടുത്തിരിക്കുന്നു. അത് വളരെ ബോധപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നീക്കമാണ്. മതധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് CPM ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുസ്ലിം ലീഗിനെ ചെളിവാരി എറിയാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നു. ആരെന്ത് പറഞ്ഞാലും കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് ഒരു നല്ല പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മറന്നുകൊണ്ടാണ് വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP-യെ ശക്തിപ്പെടുത്തി അതുവഴി കോൺഗ്രസിനെയും UDF-നെയും ദുർബലപ്പെടുത്തുക എന്ന ഹീനബുദ്ധിയാണ് ഇതിന് പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ പാർട്ടി CPM-ആണ്. അവരുമായി കൂട്ടുകെട്ടുണ്ടാക്കി അവരെ ശാക്തീകരിക്കുന്ന നടപടിയായി ആണ് CPM കൈക്കൊണ്ടത്. അത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വർഗീയ ധ്രുവീകരണം വിജയിച്ചു എന്ന് കണ്ടുകൊണ്ടാണ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ തന്ത്രവുമായി വീണ്ടും ഇവരിറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് കേരള സമൂഹത്തിന് ഉണ്ടാക്കുന്ന മാരകമായ പരിക്കുകളെ പറ്റി എന്തുകൊണ്ടാണ് CPM മനസ്സിലാക്കാത്തത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ജനങ്ങൾ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മതേതരത്വത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി വിവിധ മതസമൂഹങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വം തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. മധ്യ കേരളത്തിൽ BJP-യുമായി CPM പരസ്യവും രഹസ്യവുമായ ധാരണയാണ് ഉണ്ടാക്കിയത്. SDP-യുമായും CPM രഹസ്യധാരണ ഉണ്ടാക്കി. കേരളത്തിൽ 1700 വാർഡുകളിൽ 100-ൽ-പരം വാർഡുകളിൽ CPM, BJP, SDP-ഐ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ 4 വോട്ടിന് വേണ്ടി ഏത് വർഗീയ കാർഡ് കളിക്കാൻ CPM-ന് മടിയില്ല എന്നതാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി വിഭാഗീയതയും വർഗീയതയെയും ഇളക്കി വിട്ടുകൊണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന്
CPM പിന്തിരിയണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത്രയും ചീഞ്ഞു നാറിയ ഒരു ഗവൺമെന്റ് അതിനനുസരിച്ചുള്ള ഒരു വിജയം നേടാൻ UDF കഴിയാതെ പോയതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിലുള്ള ഇച്ഛാഭംഗം, UDF പ്രവർത്തകർക്കുമുള്ള ഇച്ഛാഭംഗം ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനിടയാക്കിയ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് UDF കൂടുതൽ കെട്ടുറപ്പോടെ ജനങ്ങളെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതികൾക്കും ദുർചെയ്തികൾക്കുമെതിരായിട്ടുള്ള ഒരു അംഗീകാരമാണ് ഈ വിജയം എന്ന നിലയിലാണ് ഇപ്പോൾ കൊട്ടിഘോഷിക്കപ്പെടുന്നത്. അതവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നാളത്തെ കേരളം തെളിയിക്കുന്ന ഒരു കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടത് സർക്കാരിന്റെ അഴിമതികളും തട്ടിപ്പുമെല്ലാം മാഞ്ഞുപോയി എന്നുള്ള പ്രചരണം അസ്ഥാനത്താണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഗുരുതരമായ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും അഴിമതിയും ഈ തെരഞ്ഞെടുപ്പ് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വലം കൈയായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. സ്വർണ്ണക്കടത്തിന്റെ മാത്രമല്ല എല്ലാ തട്ടിപ്പുകളുടെയും ആസൂത്രകനാണ് അദ്ദേഹമെന്ന് എല്ലാ ഏജൻസികളും കോടതിയിൽ തന്നെ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പറയുന്നു. ഒരു കള്ളക്കടത്തുകാരിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സഹായത്തോടുകൂടി എങ്ങനെ ജോലി കിട്ടിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും അധികാര സ്ഥാനങ്ങളിലും കറങ്ങി നടന്ന് അധികാരം കൈപ്പിടിയിലാക്കാൻ എങ്ങനെ കഴിഞ്ഞുവെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ ഉത്തരം കിട്ടിയിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കേസിൽപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നതും തെരഞ്ഞെടുപ്പ് കിടക്കുന്ന സംഭവം തെരഞ്ഞെടുപ്പോടുകൂടി വെള്ളപൂശിയെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി മന്ത്രിമാർക്കുള്ള അവിഹിത ബന്ധങ്ങളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി മാഞ്ഞുപോയി എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടോ? വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ വിദേശ കൺസൾട്ടൻസികളെ വെച്ച് കോടികൾ തട്ടിയ നടപടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അംഗീകാരം നൽകി എന്നാണോ മുഖ്യമന്ത്രി ആശ്വസിക്കുന്നത്? പാവങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ലൈഫ് പദ്ധതിയുടെ പേരിൽ നടന്ന കോടികളുടെ അഴിമതി, ആ അഴിമതി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ചുക്കാൻ പിടിച്ചു എന്നുള്ള വസ്തുത മറക്കാൻ കഴിയുമോ? സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസും അത് കണ്ടെത്തി ശരിവെച്ച കാര്യമല്ലേ? അതും ജനങ്ങൾ മറന്നുപോയി എന്നാണോ മുഖ്യമന്ത്രി കരുതുന്നത്? ഇതൊന്നും ആരും മറന്നുപോയിട്ടില്ല. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയെ പോലും അഴിമതിയുടെ വേദിയാക്കി മാറ്റിയ സംഭവം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ജനങ്ങൾ മറന്നു എന്നാണോ സർക്കാർ കരുതുന്നത്? ഇവിടെ നെയ്യാറ്റിൻകരയിൽ വെൺപകലിനടുത്ത് നെടുന്തോട്ടം ലക്ഷം വീട് കോളനിയിൽ രാജന്റെയും അമ്പിളിയുടെയും അതിദാരുണമായ മരണം ഈ സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ മുഖത്തിന് ദൃഷ്ടാന്തങ്ങളിൽ ഒന്ന് മാത്രമാണ്. പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുക വഴി കേരളത്തിൽ നടന്ന ലോക്കപ്പ് കൊലപാതകങ്ങൾ, അതോടൊപ്പം തന്നെ വരാപ്പുഴയിൽ ആളുകളെ ചവിട്ടിക്കൊന്ന സംഭവം, അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ രാജ്കുമാറിനെ കോടതി ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള എത്രയോ സംഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നു. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായതിന്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി, സംസ്ഥാന ഗവൺമെന്റിനെതിരായി ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളും
കൊള്ളകളും വെള്ളപൂശപ്പെട്ടു എന്ന പ്രചരണം ജനങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഇതെല്ലാം നടന്നത് ഈ ഗവൺമെന്റ് കാലത്ത്, നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതെങ്ങനെ വിസ്മരിക്കാൻ കഴിയും? അതുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളും അഴിമതികളും ഇപ്പോഴും പ്രസക്തമാണ്. അതിന് വരുന്ന ആളുകളിൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളുമായി UDF മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സംസ്ഥാന സർക്കാർ 100 ദിന പരിപാടി എന്നൊരു തട്ടിപ്പ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഗസ്റ്റ് 30-ന് ഓണസമ്മാനമായി 100 ദിന പരിപാടി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 4.5 വർഷമായി ബഡ്ജറ്റിലും നിയമസഭയിലും ഒക്കെ പ്രഖ്യാപിച്ച് ജനങ്ങളെ കബളിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ 100 ദിന പരിപാടിയുടെയും യഥാർത്ഥ സ്ഥിതി. 100 ദിനങ്ങൾ കടന്നുപോയി എന്നുള്ളതല്ലാതെ അതിൽ ഭൂരിപക്ഷം പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഓണസമ്മാനം പാഴായിപ്പോയി. അപ്പോഴാണ് ക്രിസ്മസ് വരുന്നത്. അപ്പോൾ ക്രിസ്മസിന് ഒരു 100 ദിന പരിപാടി പ്രഖ്യാപിച്ചു. അപ്പൊ പുതുവത്സരം അന്നേരം വരുന്നു. അപ്പോഴൊരു 10 പരിപാടി പ്രഖ്യാപിച്ചു. അപ്പൊ 100, 200, 210 പരിപാടിയായി. ഈ 210 പരിപാടിയിൽ എത്ര പരിപാടി നടപ്പായി? പുതിയ 10 പരിപാടിയിൽ അഴിമതി മുക്ത പൊതുസേവനം പരിപാടി ആരംഭിക്കാൻ പോകുന്നവർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, അവരാണ് അഴിമതി മുക്ത കേരളം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അഴിമതികളെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് പോലും തയ്യാറാകാത്ത ഗവൺമെന്റാണ് അഴിമതി മുക്ത കേരളം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആളുകളുടെ പരാതികൾ കൊടുത്തിട്ട് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോലും പരാതി കൊടുത്തിട്ട് അന്വേഷിക്കാത്ത അഴിമതി ആരോപണങ്ങൾ ഇനി ജനങ്ങൾ പരാതി കൊടുത്താൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? സംസ്ഥാന വിജിലൻസ് പോലും അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞിട്ട് അതിന് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ച ഗവൺമെന്റാണ്. അവരാണ് അഴിമതി മുക്ത കേരളം ഉണ്ടാക്കുന്നത്. 100 ദിന പരിപാടി നമുക്കൊന്ന് നോക്കാം. 5 ലക്ഷം കുട്ടികൾക്ക് വിദ്യാശ്രീ പദ്ധതി പ്രകാരം 100 ദിവസത്തിനകം ലാപ്ടോപ്പ് നൽകി. എത്ര പേർക്ക് ലാപ്ടോപ്പ് കിട്ടി? ഞാൻ അന്വേഷിച്ചത് ഈ പദ്ധതി ആരംഭിച്ചെങ്കിലും ഈ പറഞ്ഞതുപോലെ 5 ലക്ഷം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 15,000 നവസംരംഭങ്ങളിലൂടെ 1 ലക്ഷം പേർക്ക് കാർഷിക മേഖലയിൽ തൊഴിൽ എവിടെ കിട്ടി? കുടുംബശ്രീ വഴി നേരത്തെ നൽകിയിരുന്ന തൊഴിലുകൾ സ്വാഭാവികമായി എല്ലാ കാലഘട്ടത്തിലും കുടുംബശ്രീയിലൂടെ നൽകുന്ന തൊഴിലുകൾ ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുക. അതൊക്കെ ഡെയിലി വേജസ് ഉൾപ്പെടെയുള്ള ജോലികളാണ്. കയറുൽപാദനത്തിൽ 50% വർധനവ്. ഓരോ ദിവസവും യന്ത്രവൽക്കരണ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു. ധനസഹായം നടന്നില്ല. വിവിധ ജില്ലകളിൽ 66 ടൂറിസം പദ്ധതികൾ എവിടെ നടന്നു? PSCക്ക് വിട്ട 11 സ്ഥാപനങ്ങളിൽ നിയമനം നടത്തി ചട്ടം രൂപീകരിക്കും. ചട്ടം രൂപീകരിച്ചില്ലെന്ന് മാത്രമല്ല, യൂണിവേഴ്സിറ്റികളിൽ തകൃതിയായി പിൻവാതിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. PSCയെ നോക്കുകുത്തിയാക്കി മാറ്റുന്നു. പട്ടികജാതി മേഖലയിൽ 6000 പഠനമുറികളും 1000 സ്പിൽ ഓവർ മുറികളും നൽകുമെന്ന് പ്രഖ്യാപിച്ചു. 3000 പേർക്ക് ഭൂമി വാങ്ങാൻ സഹായം നൽകും. 100 ദിന പദ്ധതിയിൽ ഒന്നും നടപ്പായില്ല. വിവിധ ജില്ലകളിൽ 10 സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു. ഒരെണ്ണം ഉദ്ഘാടനം ചെയ്ത് കണ്ടില്ല. 100 ദിവസത്തിനുള്ളിൽ 1.5 ലക്ഷം പേർക്ക് കുടിവെള്ള കണക്ഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചു.
490 കോടി രൂപയുടെ 39 പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ഒന്നും നടന്നില്ല. ജൽജീവൻ എന്ന കേന്ദ്ര പദ്ധതിയുടെ അനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനുടെ കുറെ കണക്ഷൻ നൽകിയിട്ടുണ്ട്. ഒരു വർഷത്തിനിടയിലാണ് 100 ദിന പരിപാടി അല്ല, അത് പണ്ടേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വയനാട് തുരങ്കം യാഥാർത്ഥ്യമാക്കുന്നു. വയനാട് തുരങ്കത്തിന് വേണ്ടി ഇതുവരെ സാധ്യതാ പഠനമോ എൻവയോൺമെന്റൽ ക്ലിയറൻസോ കിട്ടിയിട്ടില്ല, രൂപരേഖ പോലും തയ്യാറാക്കിയിട്ടില്ല. എന്നാലും തറക്കല്ലിട്ടു. 300 കോടി പലിശ സബ്സിഡി വിതരണം ചെയ്യും. എത്ര വിതരണം ചെയ്തുവെന്ന് യാതൊരു അറിയിപ്പും ആരുടെ കയ്യിലുണ്ട്. കോവളം ബേക്കൽ ജലപാതയുടെ 590 കിലോമീറ്റർ 453 മീറ്റർ സഞ്ചാരയോഗ്യമാക്കും. അതൊക്കെ ഒരു ഓൺഗോയിങ് പദ്ധതിയാണ്, കഴിഞ്ഞ ഗവൺമെന്റ് കാലം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ട്രഷറിയുടെ ഫംഗ്ഷൻ ഓഡിറ്റ് പൂർത്തീകരിച്ച് സോഫ്റ്റ്വെയർ കുറ്റമറ്റതാക്കും. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ട്രഷറി തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തു, പാർട്ടിക്കാരനായതുകൊണ്ട്. ഡിസംബർ 24 പ്രഖ്യാപിച്ച 100 ദിന പരിപാടി നവകേരള വികസനത്തിനും ക്ഷേമത്തിനും 10,000 കോടി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം മാത്രം. 5,700 കോടി രൂപയുടെ 5,526 പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും. 4,300 കോടി രൂപയുടെ 646 പദ്ധതികൾ കുറിക്കും. മാർച്ച് 31 15,000 കുടുംബത്തിന് കൂടി ലൈഫ് വീട്, 3,500 വീടുകൾ നിർമ്മാണം തുടങ്ങുന്നു. 50,000 പേർ കൂടി തൊഴിൽ. 50,000 വെച്ചങ്ങനെ പ്രഖ്യാപിക്കുകയാണ് തൊഴിൽ. ആർക്കും കിട്ടിയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ താൽക്കാലിക കരാർ നിയമനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കാരായ ആളുകൾക്ക് ഇതിന്റെ പേരിൽ ഒരു നിയമവും പാലിക്കാതെ, ചട്ടങ്ങൾ പാലിക്കാതെ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 496 എല്ലാം പറയുന്നില്ല. 496 കോടി രൂപയുടെ കൃഷി പദ്ധതി, ഇതെല്ലാം കബളിപ്പിക്കലിന്റെ ഭാഗമാണ്. ഓഖി ദുരന്തമുണ്ടായപ്പോൾ 2,000 കോടി രൂപ പ്രഖ്യാപിച്ചു. എന്താ നടന്നത്? മഹാപ്രളയമുണ്ടായപ്പോൾ അതിനുവേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും ഇതുവരെ തുടങ്ങി വെക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്നുള്ളതല്ലാതെ ഈ പദ്ധതികൾ വിജയിപ്പിക്കുവാനോ നടപ്പാക്കാനോ കഴിയാതെ ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഓരോ പദ്ധതി ഇപ്പൊ 210 പദ്ധതി പ്രഖ്യാപിച്ചു. ഈ 210 പദ്ധതി എത്ര എണ്ണം നടപ്പായി എന്ന് പറയണ്ടേ? അപ്പൊ ഈ കബളിപ്പിക്കലാണ് ഗവൺമെന്റ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ കോടിയേരിയുടെ മകന്റെ അറസ്റ്റും ഒക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് തവണ താങ്കൾ തന്നെ പത്രസമ്മേളനം വിളിച്ച് ഒരുപാട് തവണ ചർച്ച ചെയ്ത സംഭവങ്ങളാണ്. പക്ഷെ ഇതൊന്നും ജനം കാര്യമായി എടുത്തില്ല, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭരണം മതി എന്നുള്ളതിന്റെ നിലപാട് തന്നെയല്ലേ? ഒരിക്കലുമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. രാഷ്ട്രീയ വിഷയങ്ങൾ അവിടെ പ്രതിഫലിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഞാൻ വിശദീകരിച്ചത്. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം മറന്നുപോയി. ഇനിയും ഏത് അഴിമതിയും ഞങ്ങൾക്ക് കാണിക്കാം എന്നുള്ള ധിക്കാരത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ പിൻവാതിൽ നിയമനങ്ങൾ മുഴുവൻ നടക്കുന്നത്. അതെല്ലാം ജനങ്ങൾ മറുപടി നൽകും. KPCCയുടെ ഗവേഷണ വിഭാഗത്തിന്റെ കണക്ക് തിരിച്ചുകൊണ്ട് താങ്കൾ ഒരു കാര്യമാണ്. അതിനകത്ത് തന്നെ ഒരു വൈരുദ്ധ്യം ഉള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പ്രാദേശികമായ വിഷയങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞു. അതേസമയം പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടിംഗ് നടക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയിടങ്ങളിലാണ്. പക്ഷേ KPCC വെച്ച ഈ കണക്കിനകത്ത് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലുള്ളത് ആ വോട്ട് കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച വിജയം ഉണ്ടായില്ല. ബ്ലോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മാത്രമല്ല, അത് ഒരിക്കലും നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായ രാഷ്ട്രീയമാണെന്ന് പറയാൻ കഴിയില്ല. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റു പല കൺസിഡറേഷൻസും അതിൽ വരും. പിന്നെ
UDFിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നം ഒരു കേഡർ പാർട്ടി അല്ലാത്തതുകൊണ്ട് റിബലുകളുടെ ശല്യമുണ്ട്. അത് ഇടതു മുന്നണികൾക്ക് മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇല്ലാത്ത ഒന്നാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഞങ്ങളെ എപ്പോഴും നേരിടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം വിഷയങ്ങൾ ഫലപ്രദമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ കാരണങ്ങൾ കൂടി കണ്ടെത്തി അതിന് പരിഹാരം ഞങ്ങൾ കാണും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ ഒരു പോരായ്മ പരിഹരിക്കാൻ ആവശ്യമായ സംഘടനാപരവും രാഷ്ട്രീയവുമായ നടപടികൾ UDF സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇന്നലെ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ KPCC പ്രസിഡന്റ് പ്രധാനപ്പെട്ട കാര്യം വിജയം ഉണ്ടായാലും എല്ലാവരുടെയും പ്രവർത്തനത്തിന് പരമാണ്, പരാജയം ഉണ്ടായാലും എല്ലാവരുടെയും പ്രവർത്തനത്തിന് പരമാണ്. പക്ഷേ ഇവിടെ ഈ പരാജയം മുഴുവൻ അദ്ദേഹത്തിന്റെ തലയിൽ കൊണ്ടുപോയി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു എന്ന് അദ്ദേഹം പറയുന്നു. അല്ല, വിജയം ഉണ്ടായാലും പരാജയം ഉണ്ടായാലും അത് എല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്വം, ഒരു സംശയവും. KPCC പ്രസിഡന്റ് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം. കാരണം കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് കൂട്ടുത്തരവാദിത്വത്തോടെയാണ്. KPCC പ്രസിഡന്റുണ്ട്, എനിക്കുണ്ട്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുണ്ട്, KPCC ഭാരവാഹികൾക്കുണ്ട്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്കുണ്ട്, മണ്ഡലം പ്രസിഡന്റുമാർ വരെയുള്ളവർക്കുണ്ട്. കാരണം ഇത് ഒരു കൂട്ടായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ നേതൃത്വത്തിന് പരാജയം സംഭവിച്ചു അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞാണോ ഹൈക്കമാൻഡ് ഡേ ടു ഡേ അഫയേഴ്സിൽ വരെ കൈകടത്തി മുന്നോട്ട് പോകാൻ തീരുമാനം? അല്ലല്ല, തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാ സംസ്ഥാനത്തും ചെയ്യുന്നത് തന്നെയാണ്. അത് നല്ലതാണ്. പാർട്ടിയുടെ എല്ലാ തലങ്ങളെയും കൂടുതൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള AICCയുടെ ശ്രമങ്ങൾ 100% സ്വാഗതാർഹമാണ്. അതനുസരിച്ച് ഞങ്ങളെല്ലാവരും അതിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. ഏത് മാസിക? മലബാർ സഭയുടെ മുഖമാസികയിൽ UDFിന്റെ മതേതര മുഖം നഷ്ടമായി എന്ന വിമർശനം എഴുതിയിരിക്കുന്നു. മാത്രമല്ല ജോസ് കെ മാണിയുടെ വരവ് കൊണ്ടല്ല ക്രൈസ്തവ സമൂഹം UDFിൽ നിന്ന് അകന്ന വിമർശനമാണ്. ലീഗിനെതിരായ കുറ്റപ്പെടുത്തലുമല്ല, ലീഗിന്റെ മേൽക്കൈയാണ് UDFിന്റെ വിമർശനം. ഞാൻ ചോദിട്ടെ, ലീഗിന് എന്ത് മേൽക്കൈ ഉണ്ടായിരുന്നു? എന്തുണ്ട്? അവർ എന്ത് കിട്ടി? എന്താ കൊടുത്തത്? ലീഗിന് ഈ പറഞ്ഞത് കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഞങ്ങൾ എന്താ അഡീഷണൽ ആയിട്ട് വല്ലതും കൊടുത്തോ? അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ചോദിച്ചോ? എന്തെങ്കിലും അവർ വാങ്ങിച്ചോ? ഇത് വളരെ ബോധപൂർവമായ പ്രചരണമാണ്. ഇത് CPMന്റെ സൈബർ ഗുണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണത്തിന്റെ ഭാഗമാണിതെല്ലാം. ഇവിടെ ഇല്ലാത്ത ഒരു കാര്യത്തെ വെറുതെ പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ എന്നും UDFിന്റെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അവർ അമിതമായി ഒന്നും വാങ്ങിച്ചിട്ടില്ല. എന്ത് വാങ്ങിച്ചവര്? അപ്പൊ ഇത്തരം ഒരു പ്രചരണം അഴിച്ചുവിട്ട് ബോധപൂർവം സ്പർദ്ധയുണ്ടാക്കാനുള്ള നീക്കമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ടോ നീക്കുപോക്കോ എന്ത് പേര് പറഞ്ഞാലും അതിൽ പോലും ലീഗിന്റെ ഒരു മുൻകൈ ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ അത് ഏകാഭിപ്രായം ഇല്ലായിരുന്നു. അത്തരമൊരു സാഹചര്യം UDFിന്റെ വോട്ട് ചോർച്ച ഉണ്ടാക്കിയിരുന്നു. അല്ല, അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ഞാനെന്താ പറയുക, രാഷ്ട്രീയമായും സംഘടനാപരമായും എന്തെല്ലാം കറക്ഷൻസ് വേണം എന്നുള്ളത് UDF പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യത്തിലൊക്കെ വ്യക്തമായ തീരുമാനം ഉണ്ടാവും. അല്ല, ഉണ്ടെങ്കിൽ ആശങ്കകളൊക്കെ പരിഹരിക്കും, സംശയം. KPCC നേതൃത്വം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ മാനദണ്ഡം ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങൾ പാലിക്കാൻ സാധിക്കില്ല എന്നുള്ള ആക്ഷേപം അദ്ദേഹം തന്നെ പറഞ്ഞു. അല്ല, അത്തരം പല പല കാരണങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ UDFും പാർട്ടിയും ഒരു പൊതു തെരഞ്ഞെടുപ്പിന് സജ്ജമാവുകയാണ്. എല്ലാം മറന്ന് എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് നിങ്ങളിലൂടെ പറയാനുള്ളത്, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയമാണ്. ഒരുമിച്ച് നിന്ന് കൂട്ടായി എല്ലാവരും ഒരു കോൺഗ്രസ് പ്രവർത്തകനുണ്ടെങ്കിൽ അവൻ കൂട്ടായി യോജിച്ച് പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരുമിച്ച് രംഗത്തിറങ്ങണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഈ യൂത്ത് കോൺഗ്രസ് എല്ലാ തവണയും പറയുന്നതാണ്, പരാജയം നേരിടുമ്പോഴൊക്കെ പറയും തലമുറ മാറ്റം വരണം, പുതിയ യുവജനങ്ങൾ വരണം, പുതുമുഖങ്ങൾ മത്സര രംഗത്തേക്ക് വരണം എന്നതൊക്കെ ഇത്തവണയും പറഞ്ഞിട്ടുണ്ട്. ഇത് പഴയ പോലെ പറയുന്നത് വെറുതെ പറഞ്ഞു പോകുന്നത് പോലെ ആകുമോ, അല്ല എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അത്രയും മാറ്റങ്ങൾ ഉണ്ടാകും, സംശയം. അല്ല, അങ്ങനെയാണ്. അതൊക്കെ പരിശോധിച്ചിട്ട് പ്രായം വെച്ച് തീരുമാനിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പരിശോധിക്കും.
ഉമ്മൻചാണ്ടി ഏത് പൊസിഷനിൽ വന്നാലും നല്ലതാണ്. ഇപ്പൊ തന്നെ അദ്ദേഹം നമ്മുടെ UDF ഭാഗമാണല്ലോ. ഇപ്പൊ തന്നെ 4.5 വർഷക്കാലം ഞാൻ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച ഘട്ടത്തിലെല്ലാം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നേതൃനിലയിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും തന്നെ ഉണ്ട്, ഒരു സംശയവുമില്ല. ഏത് പദവിയിൽ അദ്ദേഹം വന്നാലും ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ഒറ്റക്കെട്ടായി പോകും, കൂട്ടായി പോകും. നമ്മൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM ഇടതുമുന്നണിയും അഹങ്കരിക്കുകയാണ്. എന്തും ചെയ്യാമെന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കും. വെറും നിയമനങ്ങൾ ഓരോ ദിവസം കെൽട്രോണിൽ 1290 പേരെ ഞങ്ങൾ നിയമിച്ചു. പിൻവാതിൽ നിയമനം അത് കരാർ നേരത്തെ താൽക്കാലികക്കാരായി കയറിയവരാണ്. എല്ലാ സ്ഥലങ്ങളിലും നിയമനങ്ങൾ, യൂണിവേഴ്സിറ്റികളിൽ 100 കണക്കിന് നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുന്നു. PSC റാങ്ക് ലിസ്റ്റുകൾ നോക്കുകുത്തിയായി മാറുന്നു. കരാർ നിയമനങ്ങൾ, പിൻവാതിൽ നിയമനങ്ങൾ, എല്ലാ സൊസൈറ്റികളിലെ നിയമനങ്ങൾ, ഇതെല്ലാം ആളുകളെ വിളിച്ച് നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം വൻതോതിൽ ആളുകളെ യാതൊരു മാനദണ്ഡവുമില്ലാതെ കരാർ നിയമനങ്ങളിലാണ് ഇഷ്ടക്കാരെയും പാർട്ടി നേതാക്കളെയും അവരുടെ ബന്ധുക്കളെയും ഒക്കെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. NCP UDF-ലേക്ക് വരുമോ? അതിനുള്ള എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? NCP UDF-ലേക്ക് വരുമോ? അതിനായി എന്തെങ്കിലും ഇതുവരെ മാധ്യമങ്ങളിൽ കാണുന്നതല്ലാതെ ഔദ്യോഗികമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല. മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. UDF ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് ആധികാരികമായി പറയാനുള്ളത്, NCPയുമായി ഇതുവരെ ഒരു ചർച്ചയും ഔദ്യോഗികമായി നടത്തിയിട്ടില്ല, അനൗദ്യോഗികമായിട്ടും ഉണ്ടായിട്ടില്ല. കോൺഗ്രസിലെ എംപിമാർ ആരും മത്സരിക്കില്ല എന്ന AICC തീരുമാനം അഭിപ്രായങ്ങൾ തന്നെ ചെയ്യും എന്ന് പറയും. ഇവിടെ പറയുന്നത് UDF ഘടകകക്ഷികളിലെ സിറ്റിംഗ് എംപിമാരും മത്സരിക്കരുത് എന്നാണ് ഹൈക്കമാൻഡിന്റെ ആഗ്രഹം എന്നും പറയുന്നു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? അല്ല, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം AICC പറയുന്നത് അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഘടകമാണ്. AICC എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കും. അതാണ് ഞങ്ങളുടെ നിലപാട്. ഈ ജോസ് കെ മാണി പോയത് മുന്നണിക്ക് തിരിച്ചടിയാണെന്ന് കരുതുന്നുണ്ട്. ജോസ് കെ മാണി LDF-ലേക്ക് പോയത് അങ്ങനെയൊന്നും ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെയൊന്നും ഞങ്ങൾ കരുതുന്നില്ല. കാരണം ജോസ് കെ മാണിയുടെ പാലായി തന്നെ അവർക്ക് കിട്ടിയ വോട്ടും പഞ്ചായത്തുകളും കൂടി കഴിഞ്ഞ ദിവസം കൂടെ വിശദീകരിച്ചല്ലോ. അങ്ങനെയൊന്നും ഞങ്ങൾ കരുതുന്നു. അല്ല, കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിവിധ സമുദായങ്ങൾ തമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ CPM ബോധപൂർവമായി ശ്രമിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് മതസ്പർദ്ധ വളർത്തുകയാണ്. ആ വർഗീയ കളി തീക്കളിയാണ്. അത് ചെയ്യരുത്. തെരഞ്ഞെടുപ്പ് വരും പോകും. ആ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഈ ഒരു സ്പർദ്ധ വളർത്താനുള്ള നീക്കം ഒരിക്കലും കേരളത്തിലെ മതേതര വിശ്വാസികൾ അംഗീകരിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അത് മനസ്സിലാവില്ല അവർക്ക്. അല്ല, അതാണ് നടത്തിക്കൊണ്ടിരുന്നത്. ചില ഭാഗങ്ങളിലെങ്കിലും അത് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളതിന് തയ്യാറല്ല. അതൊക്കെ ഇപ്പൊ ആലോചിക്കേണ്ട കാര്യമല്ലല്ലോ. അവരിപ്പോൾ ഇടതു മുന്നണി നിൽക്കുന്ന ആളുകൾ മുന്നണി വിടാതെ ഞാനിപ്പം അവരെ ഞങ്ങൾ ഞെടുക്കുമെന്ന് പറയുന്നത് ശരിയാണ്. അവരിപ്പോൾ ഇടതു മുന്നണിയുടെ ഭാഗമാണ്. മുന്നണി വിട്ടുവന്ന് ഞങ്ങളെ അപ്രോച്ച് ചെയ്താൽ അതിനെപ്പറ്റി ആലോചിക്കും. തീർച്ചയായും UDF കൂടുതൽ ശക്തിപ്പെടും. UDF-ന് കൂടുതൽ കരുത്തുണ്ടാകും. UDF-നെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതിനാവശ്യമായ നടപടികളാണ് ഇപ്പോൾ പാർട്ടി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ വളരെ ബോധപൂർവമായ വർഗീയ പ്രചരണ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. തെറ്റായ നടപടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതെല്ലാവർക്കും അതിന്റെ അർത്ഥം മനസ്സിലാവും പറയുന്നതിന്റെ.
അത്ര ആളുകൾക്ക് വിവരമില്ലാന്ന് പിണറായി വിജയൻ ധരിക്കരുത്. ആ പറയുന്നതിന്റെ അർത്ഥം ആളുകൾക്ക് മനസ്സിലാവും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. അതിനോട് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യമൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അവരൊരു തീരുമാനം എടുക്കുന്നത്. എന്ത് തീരുമാനം വെച്ചാലും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമായി. അന്ന് ഹരിപ്പാടെന്ന് മാറുന്നു വലിയ പ്രചരണം ഇതിനകം മറുപടി പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഇതിനെ കേവല ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സിറ്റിംഗ് എം എൽ എമാർ അതത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കണമെന്നാണ് കൂടി വികാരം. അത്തരം വികാരങ്ങൾ അല്ല, ഞാൻ എൻ്റെ കാര്യം പറയാം. നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഓരോ ആളുകൾ എല്ലാ ദിവസവും ഓൺലൈനിൽ ഞാൻ അരുവിക്കരയാണ്, വട്ടിയൂർക്കാവിലാണ്, തിരുവനന്തപുരത്താണ്, ചങ്ങനാശ്ശേരിയിലാണ്, ഞാൻ ഇവിടെ തിരുവല്ലയിലാണ്. ഇങ്ങനെ ചുമ്മാ ഓരോ ദിവസവും എഴുതി ആളുകൾ എൻ്റെ വോട്ടർമാർ എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻ. എല്ലാവർക്കും മത്സരിക്കാൻ യോഗ്യമെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ അങ്ങനെ യോഗ്യത. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ 82-ൽ 25-ാമത്തെ വയസ്സിൽ മത്സരിച്ച സ്ഥലമാണ്. ഞാൻ 4 തവണ അവിടെ മത്സരിച്ചു. 4 തവണ എന്നെ അവർ ജയിപ്പിച്ചു. അവിടുത്തെ ഞാനാ പറഞ്ഞു, എൻ്റെ അമ്മയെപ്പോലെ എനിക്ക് സ്നേഹമുള്ള, അമ്മയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ ഹരിപ്പാടിനെ സ്നേഹിക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്ക് അവിടുത്തെ ജനങ്ങളെയും ഇഷ്ടമാണ്. എൻ്റെ കഴിവുകൾക്കൊത്ത് ആ നിയോജക മണ്ഡലത്തിന് വേണ്ടി വികസനവും ക്ഷേമവും നടത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിയമസഭയിൽ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ ചോയ്സ് ഹരിപ്പാടാണ്. ഹരിപ്പാട് തന്നെ ഞാൻ മത്സരിക്കൂ. അതുകൊണ്ട് അത്തരത്തിലൊരു പ്രചരണം അഴിച്ചു വിട്ട് എന്നെ ആക്ഷേപിക്കാനാണ് നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരല്ല, ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇന്നലെ ഹരിപ്പാട് വെച്ച് പത്രക്കാരെന്നെ കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്. അത്രമാത്രം ഹൃദയബന്ധം എനിക്ക് ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടുണ്ട്. അവരെല്ലാ കാലഘട്ടത്തിലും എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ എന്നോടൊപ്പം നിന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാൻ അവരെ വിട്ടിട്ടുള്ള പ്രശ്നമില്ല. ലീഗിനെ വിമർശിച്ചും ക്രൈസ്തവ സമൂഹത്തിന് വേണ്ട നൽകിയതിലുള്ള വിമർശനങ്ങളുമായി ഇന്നലെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശരിയാണ്.